Once again, welcome back to Point Academy. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് മാത്സിൽ. എല്ലാ പ്രിലിമിനറി എക്സാമിനേഷനും നമ്മൾ കണ്ടുവരാറുള്ള ടോപ്പിക്കാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. ചോദിക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റിൻ്റെ സെറ്റ് ആയിട്ടാണ് ചോദിക്കുക. പ്രിലിംസിലാണെങ്കിൽ മെയിൻസിലാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചോദിക്കാം, നമ്പർ സീരീസ് ചോദിക്കാം. ഈ നമ്പർ സീരീസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് സോൾവ് ചെയ്യാൻ. നമ്മൾ കുറച്ച് നമ്പേഴ്സിനുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് സ്പീഡ് ആവണമെന്ന് മാത്രം. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാൽക്കുലേഷൻസ് ഒക്കെ സ്പീഡായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ സീരീസിൽ 2 രീതിയിലാണ് നമുക്ക് ചോദിക്കുക. നമ്പർ സീരീസ് 2 രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്ന് മിസ്സിംഗ് നമ്പർ സീരീസ്, രണ്ടാമത്തത് റോങ് നമ്പർ സീരീസ്. മിസ്സിംഗ് നമ്പർ സീരീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു 6 നമ്പർ തരും. ഒരു 6 നമ്പർ തരും, 1, 2, 3, 4, 5. ഈ 6ാമത്തെ നമ്പറിന്റെ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. സോ ഇതിന്റെ ഒക്കെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. റോങ്ങിനാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 എണ്ണം തരും, അല്ലെങ്കിൽ 6 എണ്ണം നമ്പർ തരും. ഇതിൽ ഏതോ ഒന്ന് തെറ്റായിരിക്കും. ആ നമ്പർ നമ്മൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനും നമ്മൾ എന്ത് ചെയ്യണം, ഈ പാറ്റേൺ ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഏതാണ് റോങ് എന്ന് കണ്ടുപിടിക്കണം. മിക്സിംഗ് നമ്പറിനെ വെച്ചിട്ട് റോങ് നമ്പർ കുറച്ചും കൂടെ ടൈറ്റ് ആണ്. കാരണം മിക്സിംഗ് നമ്പർ നമ്മൾ സ്ട്രോങ് ആയാലേ നമുക്ക് റോങ് നമ്പറിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആദ്യം നമുക്ക് എങ്ങനെ മിസ്സിംഗ് നമ്പറിനെ അപ്രോച്ച് ചെയ്യാമെന്ന് ചോദിക്കാം. റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിനൊക്കെ കണ്ടുവരുന്ന പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒന്ന്, ഒരു നമ്പർ സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക. എന്താണ് ഡിഫറൻസ് എടുത്ത് നോക്കുക. അപ്പൊ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കത്തും. ആ പാറ്റേൺ ആയിരിക്കും ഇത് മൊത്തം ഫോളോ ചെയ്തിട്ട് പോവാം. ഈ ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പാറ്റേണും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസിന്റെ ആദ്യം എടുത്ത ആ ഡിഫറൻസ് ഒന്നും കൂടി എടുത്തു നോക്കാം. റൈറ്റ്, ഡിഫറൻസ് ഒന്നും കൂടി എടുക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ കത്താം. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അപ്രോച്ച് ചെയ്യാം. ഏതൊരു നമ്പർ സീരീസ് കണ്ടാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡിഫറൻസ് എടുത്ത് നോക്കുക. ആ ഡിഫറൻസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കത്തുന്നുണ്ടോ എന്നുള്ളതാണ്. സോ മറ്റൊരു പാറ്റേൺ സ്ക്വയർ ആണ്. സ്ക്വയർ ബേസ്ഡ് 1 സ്ക്വയർ, 5 സ്ക്വയർ, 9 സ്ക്വയർ, 13 സ്ക്വയർ, 14, 17 സ്ക്വയർ, 21 സ്ക്വയർ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ, ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ, 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ക്വയേഴ്സ്, ആ രീതിയിൽ പോകും. സോ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം, 1 to 30 വരെയുള്ള സ്ക്വയർ ബൈ ഹാർട്ട് ആയിട്ട് പോകണം. അതല്ലാതെ ഏതൊരു 2 ഡിജിറ്റ് സ്ക്വയറും ഈസി ആയിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. 4ാമത്തെ പാറ്റേൺ എന്താണ്, ക്യൂബാണ്. 1 to 20 വരെയുള്ള ക്യൂബ് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിരിക്കണം. 1 to 20 അല്ലെങ്കിൽ 50 വരെയുള്ള, അല്ലെങ്കിൽ 30 വരെയുള്ള സ്ക്വയർ ഒക്കെ നമ്മൾ ക്യൂബൊക്കെ കണ്ടുപിടിക്കാനുള്ള വഴികളും നമ്മൾ എടുത്ത് വേണം. 5ാമത്തത് 0.5 മോഡലാണ്. 0.5 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്ന മോഡൽസ് ആണ് അടുത്ത മിസ്സിംഗ് നമ്പർ സീരീസിൽ വരുന്നത്. 6ാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു കോമൺ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഒരേ നമ്പറിനെ കൊണ്ട് 13 ആണെങ്കിൽ എല്ലാത്തിനും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മൾട്ടിപ്പിൾ ആണോ, ഡിഫറൻസ് ആണോ, സ്ക്വയർ ആണോ, ക്യൂബ് ആണോ, 0.5 മോഡൽ ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 7ാമത്തത് എന്ത് വരും, ഡിവിഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ വരാം, ഡിവിഷൻ വരാം. 8ാമത്തെ ഒരു മോഡൽ എന്ത് വരാം, ഇതല്ലാതെ പവർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്ത് വരാം, 1:1, 2:2, 3:3, 4:4, 5:5. ആ രീതിയിൽ എന്ത് ചെയ്യും, പാറ്റേൺ ഇങ്ങനെ പോകും. 9th വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഡബിൾ ഓപ്പറേഷൻ ആണ്. എന്താണ് ഡബിൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു 2 എണ്ണം അതിൻ്റെ അകത്ത് വരും. അതായത് ഇപ്പം ഈ ഇൻറ്റു 1 + 2, ഇൻറ്റു 2 + 3, ഇൻറ്റു 1 - 1, ഇൻറ്റു 2 - 2, അല്ലെങ്കിൽ ഇൻറ്റു 1 + 2 സ്ക്വയർ, ഇൻറ്റു 3 + 3 സ്ക്വയർ. ആ രീതിയിൽ ഏതെങ്കിലും 2 എണ്ണം, ക്യൂബോ സ്ക്വയറോ ഒക്കെ കൂടെ 2 ഓപ്പറേഷൻസ് മിങ്കിളായിട്ട് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഡബിൾ ഓപ്പറേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏക വഴി. സോ നമുക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. സോ ഈ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് വെച്ചിട്ടുള്ള മോഡൽ അല്ലേ. സോ ഇവിടെ നോക്ക്, സ്റ്റാർട്ടിങ് നമ്പർ 15 ആണ്, എൻഡിങ് നമ്പർ എത്രയാണ്, 77 ആണ്. സോ 1, 2, 3, 4, 5, 6 ടോട്ടൽ 7 നമ്പർ, അല്ലെങ്കിൽ 6 നമ്പർ ഉണ്ട്. എല്ലാം 2 ഡിജിറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം 3 ഡിജിറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം നിയറസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവും, ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ ഡിഫറൻസ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും, ഡിഫറൻസ് 2 വരും. ഇവിടെ ഡിഫറൻസ് എത്രയാണ്, 4 ആണ്. 29ഉം 21ഉം തമ്മിലെ ഡിഫറൻസ് എത്രയാണ്, 8 ആണ്.
2, 4, 8. ഇവിടുന്ന് നമുക്ക് പാറ്റേൺ കത്തിപ്പോണം. എന്താണ്? 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8. അപ്പൊ അടുത്തെന്ത് വരും? 16. അടുത്തെന്ത് വരും? 32. അടുത്തെന്ത് വരണം? ഇതിന്റെ കൂടെ 64 ആഡ് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് കത്തിപ്പോണം. അങ്ങനെ കത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. റൈറ്റ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 29, 45 നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 45 മൈനസ് 29 എന്ന് എഴുതിയിട്ട് ചെയ്യാൻ നിൽക്കരുത്. റൈറ്റ്. 29 നമ്മൾ റൗണ്ടഡ് ഫിഗർ ആക്കാം. 29 റൗണ്ടഡ് ആക്കാൻ എടുത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 30 അല്ലേ? 30 ആണെങ്കിൽ 1 ആഡ് ചെയ്യണം. 30 ശേഷം ഇങ്ങോട്ട് 15. 15 1 എന്ത് വരും? 16. ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ 2, 4 ഇരട്ടിയാണ്. അപ്പൊ അടുത്തെന്ത് വരണം? 32 വരണം. 5ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 7 ആണ്. അപ്പം അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. എല്ലാത്തിനും ഡിഫറൻസ് എടുക്കാൻ നിൽക്കരുത്. സോ അടുത്തെന്ത് വരും? 64 വരണം. 64 വരണമെങ്കിൽ 7ഉം 4ഉം ആഡ് ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 1 വരണം. ആ 1 ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കണം. നൺ ഓഫ് ദിസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. ഒറ്റ 1 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് പോകണം. സോ 70, 60 ആഡ് ചെയ്താൽ 130. 7ഉം 4ഉം ആഡ് ചെയ്താൽ 11. 130ഉം 10ഉം അല്ലെങ്കിൽ 11ഉം 141 എന്ന് എനിക്ക് ആൻസർ കിട്ടും അല്ലെ? സോ രണ്ടാമത്തെ കേസോ ഇവിടെ സെയിം പ്രോബ്ലം ആണ്. ഇവിടെ 1 ഡിജിറ്റ് തുടങ്ങി 3 ഡിജിറ്റ് ആണ്. ഏകദേശം ക്ലോസസ്റ്റ് നമ്പർ ആണ് അല്ലെ? സോ ഞാൻ എന്ത് ചെയ്യും? ഡിഫറൻസ് എടുത്ത് നോക്കും. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ്? 14 ആണ്. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 30 ആണ്. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 50 ആയിരുന്നെങ്കിൽ ഡിഫറൻസ് 50 വരും. 48 ആണ്. സോ 52 വരും. ഇവിടെ ആണെങ്കിൽ 80 വരും. ഇങ്ങോട്ടാണെങ്കിൽ 114 വരും. സോ ഞാൻ ഡിഫറൻസ് എടുത്തു. എനിക്ക് എന്തെങ്കിലും പാറ്റേൺ കത്തിയോ? ഇല്ല. സോ എന്ത് ചെയ്യണം? ഡിഫറൻസ് ഓഫ് ഡിഫറൻസ്. ഈ ഡിഫറൻസിന്റെ ഡിഫറൻസ് ഒന്നും കൂടെ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഡിഫറൻസ് 16. ഇവിടെ 22. ഇവിടെ 60 ആവാൻ 8, 80 ആവാൻ 20. സോ 28 എന്ന് കിട്ടും. അവിടേക്കോ 100 ആവാൻ 20, 100ന് ശേഷം 14, 34 എന്ന് കത്തും. ഇവിടെ എന്തെങ്കിലും പാറ്റേൺ കത്തിയോ? കത്തിയില്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു നോക്കണം. അല്ലെങ്കിൽ ഇവിടെ തന്നെ കത്തണം. 16, 22 ആവാൻ തന്നെ +6 ആ അല്ലെ? 22, 28 ആവാൻ തന്നെ +6 ആ. ഇത് +6 ആയാൽ 34 ആവും. അപ്പൊ അടുത്തത് വരണം 34 + 6 40 വരണം. ഈ 40 ആരെ കൂടെ ആദ്യം ആഡ് ചെയ്യണം? 114ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 154 ആവും. ഈ 154 + 294 ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. 4 + 4 8 ലാസ്റ്റ് വരണം. അല്ലെങ്കിൽ ആഡ് ചെയ്ത് എന്ത് വരും? 290, 150, 440. 440, 4 + 4 8, 448 എന്ന് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ അടുത്ത പാറ്റേൺ നോക്ക്. നമ്മൾ എന്ത് പറഞ്ഞു? ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ അല്ലെ? സ്ക്വയർ ആണെങ്കിൽ ഇവിടെ നോക്ക്. 16 എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നമ്പേഴ്സിനെ എവിടെയെങ്കിലും കാണുന്നത് നമുക്ക് എവിടെയെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ മതി. നമ്പേഴ്സിനെ ആദ്യം തന്നെയോ അല്ലെങ്കിൽ അവസാനം തന്നെയോ പാറ്റേൺ കിട്ടണമെന്നില്ല. എവിടെയെങ്കിലും 625 എന്ന് പറഞ്ഞാൽ അറിയാലോ 25 ആണ് അല്ലെ? 256 എന്ന് പറഞ്ഞാൽ എന്താണ്? 25ന്റെ സ്ക്വയർ ആണ്. 16ന്റെ സ്ക്വയർ ആണ്. 4 എന്താണ്? 16 എന്താണ്? 4ന്റെ സ്ക്വയർ ആണ്. 81 എന്താണ്? 9ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 1 എന്തായിരിക്കും? 1 സ്ക്വയർ ആയിരിക്കും. 12, 36 എന്തായിരിക്കും? കണ്ടുപിടിക്കേണ്ട. കാരണം നമുക്ക് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇവിടെ 4, 9, അതായത് ഇവിടെ ഡിഫറൻസ് എത്രയാ? 3. ഇവിടെ ഡിഫറൻസ് എത്രയാ? 5. ഇവിടെ ഡിഫറൻസ് എത്രയാ? 7. ഇവിടെ ഡിഫറൻസ് എത്രയാ? 9. 3, 5, 7, 9. അപ്പൊ അടുത്തെന്ത് വരണം? 11. 11 ആണെങ്കിൽ 36ന്റെ സ്ക്വയർ വരണം അല്ലെ? 36ന്റെ സ്ക്വയർ അല്ലേ? 6ന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 6-ലല്ലേ? സോ 36 ആണ്. അപ്പൊ അടുത്തെന്ത് വരണം? 13 ആഡ് ചെയ്ത് പോയിട്ട് 49ന്റെ സ്ക്വയർ ആയിട്ട് മാറണം. 49ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? 50 ബേസ് ആക്കിയാൽ മതി. 50 ബേസ് ആക്കുകയാണെങ്കിൽ 49 എത്ര കുറവാ? 1 കുറവല്ലേ? 1 കുറവാണെങ്കിൽ 1ന്റെ സ്ക്വയർ 01 എന്ന് എഴുതണം. 2 ഡിജിറ്റിൽ നമ്മൾ എഴുതണം. 1 ആണെങ്കിൽ 01, 2 ആണെങ്കിൽ 04, 3 ആണെങ്കിൽ 09, 4 ആണെങ്കിൽ 16 തന്നെയാണ്. 2 ഡിജിറ്റ് തന്നെ അവിടെ വരും. സോ ഇവിടെ 25ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്രയാണോ ഡിഫറൻസ്? 50, 49 ഡിഫറൻസ് 1 അല്ലേ? 25 എന്ന് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 24, not 1 നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് 0.5 മോഡലാണ്. 0.5 മോഡൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ആദ്യമുള്ള ഒരു നമ്പർ നേരെ പകുതിയായിട്ട് മാറി. നേരെ പകുതിയായി മാറുകയാണെങ്കിൽ എനിക്ക് ഇത് എന്ത് പറയാൻ പറ്റും? 0.5 മോഡലാ. സോ 8ന്റെ ഹാഫ് അല്ലേ 4, റൈറ്റ്? അപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റും ഇത് 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്, അല്ലെങ്കിൽ 1/2 മൾട്ടിപ്ലൈ ചെയ്താണ്. 4 ആവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെ 1 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. സോ അര 1 ആയി. 4ന്റെ പകുതി എത്രയാണ്? 2. 4 2 ആഡ് ചെയ്യുന്നതല്ലേ 6. അപ്പൊ ഇവിടുന്ന് എനിക്ക് പറഞ്ഞൂടെ ഇത് 1.5 ആയിരിക്കും അല്ലെ? 4ന്റെ പകുതി +1, അതായത് 4 × 1.5 ആണ് 6. 6 എങ്ങനെ? 12 ആവും. × 2 അല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ പാറ്റേൺ പറഞ്ഞൂടെ? അര 1, 1.5, 2. അടുത്തെന്ത് വരണം? 2.5 വരണം. 12 × 2.5, 12 × 2 24. 12ന്റെ അര എന്ന് പറഞ്ഞാൽ 6. 24 6 എനിക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അടുത്ത നോക്ക്. ഒരു 2 ഡിജിറ്റ് നമ്പർ പോയിട്ട് 6 ഡിജിറ്റ് ആയിട്ട് മാറി. അതായത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 2 ഡിജിറ്റ് നമ്പർ 6 ഡിജിറ്റ് ആയിട്ട് മാറിയെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് പറയാലോ ഇത് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആണ്, റൈറ്റ്? ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്? × 1 ആണ്. 13 13 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ × 1 ആണ്.
13 65 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് 5. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്ര വരും? 65 × 10 എത്രയാണ്? 650. സോ അവിടേക്ക് നോക്കുമ്പോൾ 650 വെച്ച് നോക്കുമ്പോൾ ഒരു 65 കുറവാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റി ഇത് 9 ആണ്. സോ ഇവിടെ തന്നെ ഞാൻ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. 1 5 9 ഡിഫറൻസ് 4. അപ്പൊ അടുത്തെന്ത് വരണം? 13. അടുത്തെന്ത് വരണം? 17. അപ്പൊ ലാസ്റ്റ് വൺ എന്ത് വരണം? 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നോക്കേണ്ടത് 129 × 285 × 21 ആ. ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഒന്നെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസിന് എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും അവസാനം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങണം. അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഓപ്ഷനിൽ 5 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 × 5 5 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെല്ലാം 5 ആണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ 2/2 ചെയ്യുമ്പോൾ എന്ത് വരും? 5 × 2 10, 1 × 8 8, 18 8 എഴുതണം. 2 ഡിജിറ്റ് വരെ നമ്മൾ ചെക്ക് ചെയ്യുക. അതില്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് വേണം ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാൻ? അറ്റംപ്റ്റ് ചെയ്യാൻ. അടുത്ത പ്രോബ്ലം നോക്ക്. അവിടെ ഒരു 2 ഡിജിറ്റ് നമ്പർ നേരെ 6 ഡിജിറ്റ് ആയി. അതെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇവിടെയോ ഒരു 5 ഡിജിറ്റ് നമ്പർ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് ഡിവിഷൻ അല്ലേ? കൂടുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, കുറയാണെങ്കിൽ ഡിവിഷൻ ആയിരിക്കും. അപ്പം നമുക്ക് പാറ്റേൺ ഈ എൻഡിൽ നിന്നോ അല്ലെങ്കിൽ ആ എൻഡിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് യാതൊരു തരത്തിലും നിർബന്ധമില്ല. എവിടെയെങ്കിലും കിട്ടിയാൽ മതി. ഞാനിവിടെ നോക്കുമ്പോൾ 160 240 ആയി. 160ന്റെ പകുതി എത്രയാ? 80. 160 + 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ × 1.5 അല്ലേ? 1.5. 160ന്റെ പകുതി 80 ആഡ് ചെയ്യുമ്പോൾ 240. ഇങ്ങോട്ട് നോക്കുമ്പോഴോ 240ന്റെ ഇരട്ടിയാണ് 450. 450 കഴിഞ്ഞാൽ 600ലേക്ക് ഒരു 120 കൂടെ വേണം. ഈ 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240ന്റെ പകുതി അല്ലേ? അപ്പൊ എനിക്ക് പറഞ്ഞൂടെ × 2.5 ആണ്. അപ്പൊ ഇതെന്ത് വരും? 3.5 ആണ്. അപ്പൊ ഇതെന്ത് വരും? 4.5 ആണ്. ഇതെന്ത് വരും? 5.5 ആയിരിക്കും. ബാക്കി ഒന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങോട്ട് നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. സോ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെയാണ്. സോ നേരെ അങ്ങോട്ട് നോക്കിയാൽ മതി. സോ 1.5 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? അര വരും. അര വരുമ്പോഴുള്ള പ്രശ്നം നമ്മളിവിടെ 160 × അര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 നമ്മൾ ആൻസർ ചെയ്തു. 80 എന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. കാരണം എന്താണ്? അര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്പറിന്റെ 1.5 ആണ് 240. അപ്പൊ ഇവിടെയുള്ള ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ അരയാണ് 160 എന്ന് പറയുമ്പോൾ 80 ആണോ വരിക? എത്ര വരിക? 160ന്റെ അര എന്ന് പറയുമ്പോൾ 160 × 0.5 അഥവാ 1 എന്ന് പറയുമ്പോൾ 160 × 2 എന്നല്ലേ വരിക? സോ 320 അല്ലേ വരിക? 320ന്റെ പകുതിയാണ് ആര്? 160. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? പവർ ബേസ്ഡ് സം ആണ് അല്ലെ? അതായത് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയറാ. 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ക്യൂബാ. 256 എന്ന് പറഞ്ഞാൽ എന്താ? 4/5. അപ്പൊ ഇത് 1/1 അല്ലേ? സോ ഇത് 5/5 ആയിരിക്കും. ഇത് 6/6 ആയിരിക്കും. 6 × 6 ലാസ്റ്റ് എന്ത് വരണം? 6 തന്നെ വരണം അല്ലെ? സോ അടുത്ത് എന്ത് വരണം? 7/7. 7/7 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? 7 7 തവണ ഗുണിക്കണം. 2 3 4 5 6 7 അല്ലെ? ഈ 7 തവണ ഗുണിക്കാന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആ. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ്. 7 × 7 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 49. 9 × 7 63 3. 3 × 7 21 1. 1 × 7 7 വരും. 7 × 7 9 വരും. 9 × 7 63 3. യൂണിറ്റ് ഡിജിറ്റ് 3 വരുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ മാർക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഓപ്പറേഷൻ ആണ്. 23 എന്നുള്ള നമ്പർ 32 91 ആയിട്ട് മാറി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 21 25 ആവാന്ന് പറഞ്ഞാൽ എങ്ങനെ 25 ആവുക? × 1 + 2 അല്ലേ? 21 × 1 + 2 വരും. ഇവിടെ എന്ത് വരും? × 2 + 3 അല്ലെ? 25 × 2 ആണ് 50. 50 + 3 വരും. ഇവിടെ ചെയ്യുമ്പോൾ × 3 + 4 വരും. സോ പാറ്റേൺ കിട്ടില്ലേ? × 1 + 2 2 + 3 3 + 4. അടുത്തെന്ത് വരും? 4 + 5 5 + 6 × 6 + 7 ചെയ്താൽ മതി. 6 × 1 6 6 1 7 13 3 യൂണിറ്റ് ഡിജിറ്റ് വരണം. അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. റൈറ്റ്. സോ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ്. 500 തുടങ്ങിയിട്ട് 60,000 ആയി. സോ 500 തുടങ്ങിയിട്ട് 60,000 എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് അവിടെ കത്തിപ്പോണം അല്ലേ? സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് പാറ്റേൺ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? 1000 3000 ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാം ഇതെന്താണ്? × 3 ആണ് അല്ലെ? 3000 12,000 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? ഇത് × 4 ആണ്. അപ്പൊ ഇത് എന്ത് വരും? × 5 ആണ്. 12 × 5 60 ആണ്. 3 0. അപ്പം ബാക്കോട്ട് നോക്കിയാൽ മതി. ഇവിടെ എന്ത് വരണം? × 2 വരണം. ഇവിടെ എന്ത് വരണം? × 1 വരണം. 500 × 1 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഇവിടെ 500 വരണം. 500 × 2 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? 1000 കിട്ടണം. സോ അതിന്റെ ആൻസർ എന്ത് വരും? 500 എന്ന് എനിക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 447 237 അല്ലെ? ഈ നമ്പേഴ്സ് ഒക്കെ ക്ലോസസ്റ്റ് നമ്പർ അല്ലേ? ഇതിൽ നമുക്ക് എന്ത് പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റും? എല്ലാം ക്ലോസസ്റ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം 3 ഡിജിറ്റ് ആണ്. ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ പാറ്റേൺ എത്ര വരും?
ഡിഫറൻസ് ഇവിടെ 14 അല്ലെ. 13 ആയാൽ 250 ആയി 1 13 1 14. ഇവിടേക്ക് നോക്കുമ്പോൾ 9 വരണമെങ്കിൽ 8 വരണം. 8 50 70 ആവാൻ 20 വരണം. സോ 28. ഇവിടേക്ക് നോക്കുമ്പോൾ 300 ആവാൻ ഇവിടെ എത്ര വേണം? 21 വേണം. 21 35 എത്ര വരും? 56. പാറ്റേൺ ഇവിടെ നിന്ന് കട്ടിപ്പോണം. കാരണം എന്താ? 14ന്റെ ഇരട്ടിയാണ് 28. 28ന്റെ ഇരട്ടിയാണ് 56. അപ്പൊ അടുത്തെന്ത് വരും? 56ന്റെ ഇരട്ടി 112 അല്ലേ. 2ഉം 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏടല്ലേ വരുന്നത്? റൈറ്റ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എല്ലാം ഡബിൾ ആയിട്ട് പോകാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? ഡിവിഷനും. ഇങ്ങോട്ട് വരുമ്പോൾ ഡബിൾ ആണെങ്കിൽ അങ്ങോട്ട് വരുമ്പോൾ കുറയല്ലേ. അപ്പം 14ന്റെ പകുതി എത്ര വരും? 7 വരണം അല്ലേ. സോ 237 7 കുറച്ച് എന്ത് വരും? 230 എന്ന് എനിക്ക് എന്ത് വരും? ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 1 3 10 41 206. 1 എങ്ങനെ 3 ആയിട്ട് മാറും? 1 തുടങ്ങിയിട്ട് 206. ആകെ 5 നമ്പറേ ഉള്ളൂ. സോ നമുക്ക് പറയാം ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡബിൾ ഓപ്പറേഷൻ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ 1 എങ്ങനെ 3 ആവും? 1 into 3 ആണ് 3. 3 എങ്ങനെ 10 ആവും? 3 into 4 12 ആണ്. 3 into 3 9 ആണ്. സോ അതല്ല. സോ അപ്പൊ നമുക്ക് കത്തും 1 into 3 എന്ന് ചെയ്താൽ പോരാ, ഒരു ഡബിൾ ഓപ്പറേഷൻ ഇവിടെ വേണം. കാരണം 3 into 3 9 ആണ്. 3 into 4 12 ആണ്. സോ 1 into 2 plus 1 ആണെങ്കിലോ എനിക്ക് 3 കിട്ടില്ലേ. 1 into 2 plus 1 3 ആണ്. 3 into 3 plus 1 ആണെങ്കിലോ 3 into 3 9 plus 1 10 ആണ്. 10 into 4 plus 1 10 into 4 40 plus 1 41 ആണ്. 41 into 5 plus 1 1 into 5 5 5 1 യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? into 6 plus അല്ല into 6 plus 6 വരും. 6 into 6 36 36 6ഉം ലാസ്റ്റ് എന്ത് അവസാനിക്കണം? അല്ല സോറി 6 plus 1 അല്ലേ. 6 into 6 36 36 ഒന്നും 7 അവസാനിക്കണം. അല്ലെങ്കിലോ 200 into 6 എത്രയാ? 1200. 6 into 6 എത്രയാ? 36. 1200 36 1236 പ്ലസ് 1 1237 എന്ന് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ നോക്ക്. 11 29 141. എല്ലാം എന്താണ്? ക്ലോസസ്റ്റ് നമ്പർ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഡിഫറൻസ് എനിക്ക് 18 വരും. ഇവിടെ ഒന്നും വാല്യൂ ഇല്ല. ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്ത് വരും? 77 107 തമ്മിലെ ഡിഫറൻസ് എത്രയാണ്? 30 അല്ലേ. ഇവിടെ ഡിഫറൻസ് എനിക്ക് 30 വരും. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 18 വരും. ഇവിടേക്ക് നോക്കുമ്പോൾ ഡിഫറൻസ് എത്ര വരും? 30 അല്ലെ. 41 7 പോയാൽ 34. സോ ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 30 34 ആവാന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 4 ആണ്. ഇവിടെ 18 ആണ്. 18ഉം 4ഉം 22. 28 ഇവിടേക്കുള്ള ഡിഫറൻസ് 26 ആയാൽ പാറ്റേൺ സെയിം ആവില്ലേ. അപ്പൊ ഇവിടെ ഡിഫറൻസ് 18 plus 4 22. 22 plus 4 26 ആണെങ്കിൽ ഈ പാറ്റേൺ എന്തായി? 18 22 26 30 34 എന്നായില്ലേ. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ 18 ആഡ് ചെയ്തപ്പോൾ 29. 29ന്റെ കൂടെ 22 ആഡ് ചെയ്ത് എന്ത് വരണം? ഇവിടെ 51 വരണം. 51ന്റെ കൂടെ 26 ആഡ് ചെയ്ത വാല്യൂ എന്ത് വരും? 77. സോ എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആൻസർ 51 എന്ന് എനിക്ക് കിട്ടും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. 121 തുടങ്ങിയിട്ട് 114 എല്ലാം എന്താണ്? ക്ലോസസ്റ്റ് റേഞ്ച് അല്ലേ. സോ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലെ. ഇവിടെ 121 112 ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 121 112 ആവും എന്ന് പറഞ്ഞാൽ കുറയല്ലേ. -9 കുറഞ്ഞു. 112 120 ആവും എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വരും? 8 കൂടി. 120 113 ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കുറഞ്ഞു. അപ്പൊ അടുത്തെന്ത് വരും? മൈനസ് പ്ലസ് മൈനസ്. അടുത്തെന്ത് വരണം? പ്ലസ് വരണം. 9 8 7. അപ്പൊ അടുത്ത എന്ത് വരണം? പ്ലസ് 6. അപ്പൊ 113 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 119. അപ്പം അടുത്തത് എന്ത് വരണം? പ്ലസ് 6 ആണെങ്കിൽ -5. 115 നിന്നും 5 കുറച്ചാൽ 114 അല്ലേ. സോ ആൻസർ എന്ത് വരും? എനിക്ക് 119 എന്ന് കിട്ടും. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 19 17 3 ഡിജിറ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. സോ 19 എങ്ങനെ 17 ആവും? 19 17 ആവണമെങ്കിൽ ഡബിൾ ഓപ്പറേഷൻ വേണം അല്ലെ. 19 into 1 19 ആണ്. സോ 19 പ്ലസ് -2 ആണെങ്കിലും ഇത് വരും. പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോൾ പ്ലസ് 13 അല്ലേ. സോ എനിക്കിവിടെ കത്തും ഇത് ഡബിൾ ഓപ്പറേഷൻ ആണ്. സോ 19 എങ്ങനെ 17 ആക്കാൻ പറ്റും? 19 into 1 - 2 into 1 - 2. 17 എങ്ങനെ 30 ആവും? into 2 - 4 അല്ലെ. into 2 - 4. 1ന്റെ ഇരട്ടിയാണ് 2, 2ന്റെ ഇരട്ടിയാണ് 4. 30 എങ്ങനെ 82 ആവും? into 3 1 2 3 3 into എന്ത് വരും? 3 ആണെങ്കിൽ 90. 90 എത്ര കുറയ്ക്കണം? 8 കുറച്ചാലല്ലേ 82 അല്ലെ. അപ്പൊ അടുത്തതോ into 4. into 4 ചെയ്ത് എത്ര വരും വാല്യൂ? 2 × 4 8 8 × 4 32. 328 നിന്നും എത്ര കുറച്ചാലാണ് 312 കിട്ടുക? 2 4 8 16 കുറയ്ക്കണ്ടേ. 328 16 കുറച്ചാൽ 312 അല്ലേ. ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തെന്ത് വരും? ഇൻറ്റു 312 ഇൻറ്റു എന്ത് വരും? 1 2 3 4 5 മൈനസ് 2 4 8 16 16ന്റെ ഇരട്ടി 32 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം.
സോ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 2 × 5 10 0 ബാക്കി 1 5 1 6 15 60 നിന്നും നമ്മൾ 32 സബ്സ്ട്രാക്ട് ചെയ്യണം. 60 നിന്നും 32 കുറച്ചാൽ 28. സോ 15 28 എന്ന് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം നോക്ക്. 0 6 24 60 120 ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഈ നമ്പേഴ്സിനെ എവിടെയെങ്കിലും കണ്ടതായിട്ട് നമുക്ക് പരിചയമുണ്ടോ? അല്ലെ 120 60 24 ഏത് നമ്പറിന്റെ ക്ലോസസ്റ്റ് ആണ്? ക്യൂബിന്റെ ക്ലോസസ്റ്റ് അല്ലേ? 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ്. അതായത് 5 ക്യൂബ് മൈനസ് 5 അല്ലേ? 60 എന്ന് പറഞ്ഞാലോ 64. 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് മൈനസ് 4 അല്ലേ? 24 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് മൈനസ് 3 അല്ലേ? 6 എന്ന് പറഞ്ഞാലോ 2 ക്യൂബ് മൈനസ് 2 അല്ലേ? 8 മൈനസ് 2. 0 എന്ന് പറഞ്ഞാലോ 1 ക്യൂബ് മൈനസ് 1 അല്ലേ? അപ്പൊ അടുത്തെന്ത് വരും? 6 ക്യൂബ് മൈനസ് 6 വരണം. 6ന്റെ ക്യൂബ് എത്രയാ? 216. 216 6 കുറച്ചാൽ 210 എന്ന് എനിക്ക് ആൻസർ വരും. അടുത്ത നോക്ക്. 445 524 631 736 എല്ലാം 3 ഡിജിറ്റ് ആണ്. ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. സോ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 631 736 ആയി. 31 36 ആവുമെന്ന് പറഞ്ഞാൽ 5. 600 700 ആവുമെന്ന് പറഞ്ഞാൽ 100. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 105. 534 631 ആയിട്ട് മാറി. സോ 534 634 ആണെങ്കിൽ ഡിഫറൻസ് 100. സോ ഇവിടെ ഒരു 3 കുറയ്ക്കണം അല്ലെ? സോ എത്ര വരും? 97. 4 + 7 1 റൈറ്റ്. അടുത്തതോ 445. ഇവിടെ 445ഉം 545 ആണെങ്കിൽ ഡിഫറൻസ് 100. പക്ഷെ ഇവിടെ എത്രന്റെ കുറവുണ്ട്? 11ന്റെ കുറവില്ലേ? അപ്പൊ എനിക്ക് പറഞ്ഞൂടെ 100ൽ നിന്ന് 11 കുറച്ചാൽ 89. സോ നമുക്ക് പാറ്റേൺ കിട്ടിയോ? സോ വ്യക്തമായിട്ടൊരു പാറ്റേൺ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് എടുത്ത് നോക്കും. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 8. ഇവിടെ എത്ര ഡിഫറൻസ്? 8. അപ്പം ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടേക്കുള്ള ഡിഫറൻസ് എത്ര ആയിരിക്കണം? 8 ആയിരിക്കണ്ടേ? സോ 8 വരണമെങ്കിൽ 89ൽ നിന്നും 8 കുറച്ചാൽ എത്ര വരും? 81. സോ 445 നമ്മൾ 81 എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. വാല്യൂ എത്ര വരും? 440. 5 1 പോയാൽ 4, 44 8 പോയാൽ 360 അല്ലെ? 36. 364 എന്ന് എനിക്ക് എന്ത് വരും? ആൻസർ വരും. മിസ്സിംഗ് നമ്പർ സീരീസിലെ എല്ലാ പാറ്റേൺസും നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റോങ് നമ്പർ സീരീസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. കാരണം റോങ് നമ്പർ സീരീസിൽ ഇത്ര നേരം മിസ്സിംഗ് നമ്പർ സീരീസിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ മിസ്സിംഗ് ആയിരുന്നു, അത് കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാ നമ്പറും തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏതോ ഒരു നമ്പർ എന്താണ്? തെറ്റാണ്. സോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്ക് 145 146 ആയി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? +1 അല്ലേ? 146 144 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. 144 47 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +3. ഇവിടെ മൈനസ് എന്ത് വരും? -6 അല്ലേ? ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്ര വരും? എത്ര വരും? +7 വരും. ഇവിടേക്ക് നോക്കുമ്പോൾ എന്ത് വരും? +4 അല്ലേ? സോ ഇവിടെ നോക്കി 1 2 3 വരെ ഓക്കെ ആണ് അല്ലേ? അപ്പൊ ഇവിടെ 4 ആയിരുന്നെങ്കിലോ 147 നിന്നും 4 കുറയ്ക്കുകയാണെങ്കിൽ എന്ത് വരും? 143 വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ -4 വരണം. അടുത്ത് എന്ത് വരണം? +5 വരണം. +5 വരുമ്പം 143 + 5 എന്താണ്? 148 അല്ലേ? ഇവിടെ എന്താണ് ഡിഫറൻസ്? +6 അല്ലേ? 148 കുറയാന്ന് പറഞ്ഞാൽ -6 ആണ് അല്ലേ? സോറി -6 ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്ക് +4 ആകുമ്പോൾ എന്ത് വരും? 147 4 കുറച്ച് ഇവിടെ 143 വന്നിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരണം? +5 വരണം. 143 + 5 ആണ് 148 ആണ്. 148 നിന്നും 6 കുറച്ചാൽ എന്ത് വരും? 142 ആണ്. സോ എനിക്ക് ആൻസർ എന്താന്ന് പറയാം? 143 ആണെന്ന് പറയാം. പക്ഷെ ആൻസർ അല്ല. ഏതാണ് ഇവിടെ തെറ്റ്, ഏതാണ് റോങ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏത് പിക്ക് ചെയ്യണം? 147 ആണ് ഇവിടെ റോങ് ആയിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 12 104 624 24 സംതിങ് 42 സംതിങ് 0 അല്ലെ? ഈ ഒരു പാറ്റേൺ നമുക്ക് എവിടെയാണ്? എവിടെയെങ്കിലും ഒരു സ്പാർക്ക് നമുക്ക് കിട്ടണം. ഇവിടെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 100 600 ആവാന്ന് പറഞ്ഞാൽ *6 ആണ് അല്ലെ? ചെറിയൊരു നമ്പർ വലിയ 4 ഡിജിറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 100 600 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ *6 ആ. 4 × 6 24. അപ്പൊ ഇതെനിക്ക് പറയാൻ പറ്റും ഇവിടെ എന്താണ്? *6 ആ. റൈറ്റ്. 24 സംതിങ് 49 സംതിങ്. ഇത് 25 ആണെങ്കിൽ ഇത് 50 ആണെങ്കിൽ *2 അല്ലേ? സോ ഇത് എന്ത് വരും? *2 ആണ്. 600 24 ആണെങ്കിൽ 6 × 4 ആണ് 24. അപ്പൊ ഇവിടെ എന്ത് വരും? 4 വരും. സോ ഇവിടെ തന്നെ പാറ്റേൺ ക്ലിയർ ആണ് അല്ലെ? *2. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതേ *0 ആണ് 0. കുറെ 6 4 2 0 എന്ന് പറഞ്ഞ് കുറയല്ലേ? അപ്പൊ ഇങ്ങോട്ട് എന്ത് വരണം? *8 വരണം അല്ലെ? അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കില്ലേ അല്ലെ? ഈ സമയത്ത് ഈ 49 92/2 ആണ് ഇത്. ഇതേ /4 ആണ് ഇത്. ഇതേ /6 ആണ് ഇത്. അപ്പൊ 104/8 അല്ലേ ഇവിടെ വരേണ്ട വാല്യൂ? 104/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 × 8 50. 3 ×
8 24. ഇവിടെ ശരിക്കും വരേണ്ട വാല്യൂ എന്താണ്? 13 അല്ലേ? സോ ഇവിടെ റോങ് ഏതാണ്? 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 80 നേരെ പകുതിയായി. അപ്പം നേരത്തെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 0.5 മോഡൽ. ആദ്യത്തെ നമ്പർ നേരെ പകുതി ആവുകയാണെങ്കിൽ അതെന്താണ്? 0.5 മോഡലാണ്. 80 60 അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തത് 0.5 ആണ്. 40 60 എന്ന് പറയുമ്പോൾ 40ന്റെ പകുതിയാണ് 20. അപ്പൊ ഇതിനെ 1.5 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. 60 150 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60ന്റെ ഇരട്ടി 120. എത്ര കൂടെ വേണം? 30. 30 60ന്റെ പകുതിയല്ലേ? സോ ഇത് 2.5 ആണ്. 180 525 150 ഇൻറ്റു 3.5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 480 180ന്റെ പകുതി 75. 450 75 525. അപ്പൊ അടുത്തെന്തായിരിക്കണം? ഇൻറ്റു 4.5 ആയിരിക്കണം. ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ ശരിയാണെങ്കിൽ റോങ് ഏതായിരിക്കും? ഇതായിരിക്കും. 2365 ആയിരിക്കും റോങ്. അടുത്ത പ്രോബ്ലം നോക്ക്. 7 8 16 സംതിങ്. സോ 7 എങ്ങനെ 8 ആവും? ഇൻറ്റു 1 + 1. 8 എങ്ങനെ 16 ആവും? ഇൻറ്റു 2 അല്ലേ? അപ്പോൾ ആദ്യത്തെ ഡബിൾ ഓപ്പറേഷൻ, രണ്ടാമത്തത് സിംഗിൾ മൾട്ടിപ്ലിക്കേഷൻ, അത് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 1 വരും അല്ലെ? 7 8ന്റെ ഡിഫറൻസ് 1. ഇവിടെ ഡിഫറൻസ് 8. ഇവിടെ ഡിഫറൻസ് എത്ര വരും? 14 13 27. ഇവിടെ തന്നെ കത്തിപ്പോയില്ലേ? ഇവിടെ എന്താണ്? 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബ്, 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ്, 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ്. അപ്പൊ അടുത്ത് എന്ത് വരണം? 4 ക്യൂബ്. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 64 വരണം അല്ലെ? 4 ക്യൂബ് 64 ആണ്. 64 43 ആഡ് ചെയ്താൽ 107 അല്ലേ വരേണ്ടത്? ഇവിടെ എത്രയാണ്? 109 ആണ്. അപ്പൊ അടുത്ത ചെക്ക് ചെയ്യണം. 4 64 ആണെങ്കിൽ അടുത്ത് എന്ത് വരണം? 5ന്റെ ക്യൂബ് 125 അല്ലേ? 107 125 ആഡ് ചെയ്ത് 232 അല്ലേ? സോ നമുക്ക് എന്ത് വരും? റോങ് ആയിട്ടുള്ളത് 109 ആണെന്ന് കിട്ടും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 1 8 20 അല്ലെങ്കിൽ ചെറിയ നമ്പർ ആണ് ഇത്. 442 ആയി. സോ 1 എങ്ങനെ 8 ആവും? 1 ഇൻറ്റു 8. 8 എങ്ങനെ 20 ആവും? 2.5. 20 എങ്ങനെ 50 ആവും? അതും 2.5 ആണ്. പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 1ന്റെയും 8ന്റെയും ഡിഫറൻസ് എത്രയാണ്? 7. 20ന്റെയും 8ന്റെയും ഡിഫറൻസ് എത്രയാണ്? 12. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 30. ഇതിന്റെ ഡിഫറൻസ് 56. ഇതിന്റെ ഡിഫറൻസ് 112. ഇതിന്റെ ഡിഫറൻസ് 42 18 കുറച്ചാൽ 24 അല്ലേ? സോ 224 ആണ്. സോ ഇങ്ങോട്ട് നോക്കുമ്പോൾ 112ന്റെ ഇരട്ടിയാണ് 224. 56ന്റെ ഇരട്ടിയാണ് 112. 30ന്റെ ഇരട്ടിയാണോ 56? അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരണം? 56/2 28 വരണ്ടേ? 28 ആയിരുന്നെങ്കിലോ? സോ 28 ആണെങ്കിൽ ഇവിടെ ഇപ്പം എന്ത് വരണം? 14 വരണം. അങ്ങനെയാണെങ്കിലേ ശരിയാവുള്ളായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റോങ് ഏത് വരും? നമുക്ക് 56 കുറഞ്ഞു 50 ആയി. 50 നിന്ന് 28 കുറച്ചാൽ 22 അല്ലേ വരേണ്ടത്? 22 ആയിരുന്നെങ്കിൽ 22 - 8 എന്ന് പറഞ്ഞാൽ 14 അല്ലേ? അപ്പൊ നമുക്ക് പാറ്റേൺ കറക്റ്റ് ആയിട്ട് പോകും. സോ ഇവിടെ റോങ് ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ഏതാണ്? 20 ആണ്. അവിടെ ആര് വരുന്നതായിരുന്നു? 22.